بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. പ്രൗഢമായ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും വൈജ്ഞാനിക പാരമ്പര്യത്തിൻ്റെയും കഥകളേറെ പറയാനുള്ള പ്രദേശമാണ് കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ നാദാപുരം. ആത്മജ്ഞാന പൈതൃകങ്ങളിൽ വേരൂന്നി ഉഗ്രപ്രതാപത്തോടെ ശിരസുയർത്തി നിൽക്കുകയാണ് നാദാപുരം പള്ളി. അറിവിന്റെ മഹാകുലപതികൾ കടന്നുപോയ നാദാപുരത്തിന്റെ മണ്ണിൽ പാരമ്പര്യത്തിന്റെ തനിമയും ആധുനികതയുടെ സ്പർശവും ഒരുമിക്കുന്ന വഫിയ വിജ്ഞാന സൗധം പിറവികൊള്ളുകയാണ്. സദാചാരബോധവും മതഭൗതിക വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവും സമ്മേളിക്കുന്ന മാതൃകാ വനിതകളെ വാർത്തെടുക്കുന്ന ഈ വിജ്ഞാന ഗോപുരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുൻ ട്രഷററും വഫിയ വിദ്യാഭ്യാസ മുന്നേറ്റം സൃഷ്ടിച്ച CICയുടെ ഉപാധ്യക്ഷനും സർവോപരി ഒരു നാടിന്റെ വിജ്ഞാന വിളക്കുമായിരുന്ന മർഹൂം ചേലക്കാട് ഉസ്താദിന്റെ നാമത്തിലാണ് ഉയർന്നുവരുന്നത്. കലാലയങ്ങൾ യുക്തിവാദത്തിന്റെയും ലിബറൽ ചിന്തകളുടെയും ലഹരിയുടെയും നീരാളിക്കൈകളിൽ അമരുമ്പോൾ പ്രതീക്ഷയുടെ 1000 പ്രകാശകിരണങ്ങൾ കൈമാറിക്കൊണ്ടാണ് വഫിയ കോളേജ് ഉയർന്നു വരുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾ കൂടി സൗകര്യപ്രദമായ രീതിയിൽ പഠന സൗകര്യമുള്ള സ്ഥാപനങ്ങൾ വളരെ പരിമിതമാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് പെരുമുട്ടശ്ശേരി ഇങ്ങനൊരു സ്ഥാപനം ഉയർന്നു വരുന്നത്. അടുത്ത അധ്യയന വർഷം തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കണം എന്നുള്ളതാണ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ തീരുമാനം. എല്ലാവരുടെയും സഹകരണങ്ങൾ ആവശ്യമാണ്. ഇൽമിനെ സഹായിക്കുക എന്നുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അനിവാര്യമായൊരു കടമ തന്നെയാണ്. അപ്പോൾ ആ ഒരു മഹത്തായ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ പെരുമുട്ടശ്ശേരിയിലെ ചേലക്കാട് ഉസ്താദിൻ്റെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനത്തിന് ഉദാരമതികളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും നൽകി ഈ സൗദ്യമത്തെ ജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 300 പെൺകുട്ടികൾക്ക് താമസിച്ചു പഠിക്കാൻ സൗകര്യമുള്ള വിധത്തിൽ 30,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ സ്ഥാപനം. സ്കൂൾ 10ാം തരം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പ്രത്യേകം സെലക്ഷൻ പരീക്ഷയിലൂടെയാണ് വഫിയ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സാധ്യമാകുന്നത്. പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനും പ്രൊഫസർ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി ജനറൽ സെക്രട്ടറിയും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉപാധ്യക്ഷനും പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അക്കാഡമിക് കൗൺസിൽ ഡയറക്ടറും അലി ഫൈസി തൂത ട്രഷററുമായ CICയാണ് ഈ കോഴ്സുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് ലീഗ് എക്സിക്യൂട്ടീവ് അംഗത്വം, ഈജിപ്തിലെ അൽ അസർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ 10 ലോകോത്തര വിദ്യാപീഠങ്ങളുമായി അക്കാഡമിക സഹകരണ ധാരണ, വേൾഡ് മുസ്ലിം കമ്മ്യൂണിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ് അംഗത്വം, ISO അംഗീകാരം തുടങ്ങിയ നേട്ടങ്ങൾ വഫിയ കോഴ്സുകൾക്കുള്ള മികച്ച അംഗീകാരങ്ങളാണ്. കോഴിക്കോട് ജില്ലയിലെ വടകര നാദാപുരം പരിസരത്ത് പെരുമുണ്ടശ്ശേരിയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ ഗോപുരം ഉയരുകയാണ്. കേരളത്തിൻ്റെ മഹാനായ ഗുരു ചേലക്കാട് ഉസ്താദിൻ്റെ നാമധേയത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വഫിയ കോളേജ് പ്രദേശത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുമെന്ന വലിയ പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് നേരിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഫിയ കോളേജ് പ്രദേശത്തിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം. സ്ത്രീ വിദ്യാഭ്യാസത്തിന് നാം വലിയ പ്രാമുഖ്യം നൽകേണ്ടതുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ മാത്രമേ സമൂഹ ശാക്തീകരണം പൂർത്തിയാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. സാമ്പത്തിക ശാക്തീകരണം ഈടുറ്റതാക്കുന്നതിനും ദൃഢീകരിക്കുന്നതിനും സമൂഹത്തിൻ്റെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെയുള്ള ശാക്തീകരണവും വിദ്യാഭ്യാസ മുന്നേറ്റവും തീർച്ചയായും ഇനിയും നമ്മൾ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. അതിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകുന്ന വലിയ ഒരു സംരംഭമാണ് ഇവിടെ ഉയരുന്നത്. ഈ സംരംഭത്തെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇങ്ങനെയുള്ള വലിയ സംരംഭങ്ങൾക്ക് വലിയ താങ്ങും തണലുമായി നിന്ന
ചരിത്രമുള്ള പ്രദേശമാണ് നാദാപുരം പരിസരം. ഈ പ്രദേശത്ത് ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിതമാവുക എന്ന് പറയുന്നത് തീർച്ചയായും അനിവാര്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർച്ചയായും നമ്മുടെ മുൻഗണനാ പട്ടികയിൽ വളരെ മുന്നിൽ ഇനിയും വരേണ്ടതുണ്ട്. മത ഭൗതിക വിദ്യകളുടെ സമന്വയ രംഗത്ത് വലിയ ചരിത്രം സൃഷ്ടിച്ച ഒരു സംവിധാനമാണ് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് CIC. വഫിയ കോഴ്സുകൾ കേരളീയർക്ക് വളരെ പരിചിതമാണ്. 62 കോളേജുകളുള്ള ഈ വലിയ കൂട്ടായ്മ തീർച്ചയായും ഒരു വലിയ മുന്നേറ്റം ഈ പ്രദേശത്ത് സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അള്ളാഹുവിനോട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആവുന്ന വിധത്തിലൊക്കെ ഈ സംരംഭത്തെ പിന്തുണക്കാം, അതിന് തണലേകാം, ഒപ്പം നിന്ന് സഹായിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നൂറുൽ ഇസ്ലാം മഹല്ലാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പെരുമുണ്ടശ്ശേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹിദായത്തുസ്സുബിയാൻ മദ്രസ, LP സ്കൂൾ, ട്രെൻഡ് പ്രീ സ്കൂൾ എന്നിവ ഇവയിൽ പെടുന്നു. ആൺകുട്ടികൾക്ക് ഇസ്ലാമിക വിഷയങ്ങൾക്കൊപ്പം ബയോളജി, സയൻസ് കൂടി പഠിപ്പിക്കുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വാഫി ആർട്സ് കോളേജ് വിജയകരമായ 3ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പെരുമുണ്ടശ്ശേരി ജുമാഅത്ത് മസ്ജിദിൽ പണ്ട് കാലം മുതലേ ദർസ് നിലനിന്നിരുന്നു. അതിൻ്റെ പുതിയ വേഷൻ എന്നോണം വാഫി കോളേജ് ഞങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. ഇപ്പോൾ അത് വിജയകരമായ 3ാം വർഷത്തിലാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഞങ്ങൾ വഫിയ കോളേജിൻ്റെ നിർമ്മാണത്തിലാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ SSLCക്ക് ശേഷം പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള കോളേജുകൾ വളരെ വിരളമാണ്. ഇത് സമുദായത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യവുമാണ്. വഫിയ കോളേജ് ചേലക്കാട് ഉസ്താദിൻ്റെ നാമത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ദീനീ വിദ്യാഭ്യാസം തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ കുട്ടികൾക്ക് ഭൗതിക സൗകര്യത്തിൻ്റെ ഒരു കുറവും ഉണ്ടാവാതെ പഠനം ആകർഷണീയമാക്കുക എന്നതാണ് ഞങ്ങളുടെ നയം. പകുതിയോളം പണി പൂർത്തിയായിട്ടുണ്ട്. അടുത്ത വർഷം തന്നെ അഡ്മിഷൻ എടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ ചിട്ടയായും ശാസ്ത്രീയമായും ഈ സ്ഥാപനത്തിൽ നടന്നുവരുന്നു. ചുരുങ്ങിയ വർഷങ്ങൾക്കിടയിൽ ഒട്ടേറെ അക്കാദമിക നേട്ടങ്ങൾ വിദ്യാർത്ഥികളെ തേടിയെത്തിയിട്ടുണ്ട്. ബഹുജന പങ്കാളിത്തത്തോടെയും പ്രദേശത്തുകാരുടെ സജീവ സഹകരണത്തോടെയും നടക്കുന്ന ദീനീ മജ്ലിസുകളും വിദ്യാർത്ഥി ഫെസ്റ്റുകളും പലപ്പോഴും നാടിൻ്റെ തന്നെ ഉത്സവങ്ങളായി മാറാറുണ്ട്. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ മത ഭൗതിക വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഇടം നേടിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്തുള്ള പെരുമുണ്ടശ്ശേരിയിലെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വാഫി കോളേജ്. 2 ബാച്ചുകളിലായി 40-ൽ പരം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മത വിഷയങ്ങൾക്കൊപ്പം ബയോളജി, സയൻസ് കൂടി പഠിക്കാനുള്ള മികച്ച അവസരമാണ് ഈ സ്ഥാപനത്തിലുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മത ഭൗതിക സമന്വയ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് നേരിട്ട് നടത്തുന്ന പ്രിപ്പറേറ്ററി കോളേജ് കൂടിയാണിത്. 10ാം തരം കഴിഞ്ഞ വിദ്യാർത്ഥികളിൽ നിന്ന് എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് ഈ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് സെലക്ഷൻ നൽകുന്നത്. വളരെ ശാന്തവും സുന്ദരവുമായ ക്യാമ്പസിൽ ധാർമ്മിക ചിട്ടയിൽ മത ഭൗതിക വിദ്യാഭ്യാസം ഒരുമിച്ച് നേടാനുള്ള മികച്ച അവസരങ്ങളിലൊന്നാണ് പെരുമുണ്ടശ്ശേരി വാഫി കോളേജ്. മുസ്ലിം സമുദായത്തിന്റെ ഉത്ഥാനവും പുരോഗതിയുമെല്ലാം പ്രവാസികളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. മറ്റേതൊരു ദീനീ സംരംഭങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും എന്ന പോലെ ഈ വഫിയ കോളേജിന്റെ ചിന്തയിലും നിർമ്മാണ പ്രവർത്തനത്തിലും പ്രവാസി സഹോദരങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഖത്തർ, ബഹ്റൈൻ, മറ്റു GCC തുടങ്ങിയ സ്ഥലങ്ങളിൽ വിപുലമായ കമ്മിറ്റികൾ കോളേജിന് വേണ്ടി സജീവമായി കർമ്മരംഗത്തുണ്ട്. മർഹൂം മീത്തലേക്കാരയിൽ മൂസ ഹാജി, കുഞ്ഞാമി ഹജ്ജുമ എന്നിവരുടെ ധന്യസ്മരണയ്ക്കായി മക്കൾ നൽകിയ ഭൂമിയിലാണ് വിശാലവും സുന്ദരവും സുരക്ഷിതവുമായി ക്യാമ്പസ് ഉയർന്നുവരുന്നത്. ഭൂമി ദാനം നൽകിയവർ, വഴിയൊരുക്കി തന്നവർ, പ്രവാസി സഹോദരന്മാർ, നാട്ടുകാർ, വാഫി വഫിയ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങി ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി തോള് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനാപൂർവം ഓർക്കുകയാണ്. SSLCക്ക് ശേഷം നമ്മുടെ പെൺമക്കളെ പഠനത്തിന് അയക്കുമ്പോൾ പുതിയ കാലത്ത് വലിയ ആദ്യ രക്ഷിതാക്കൾക്കുണ്ട്. അതേസമയം നിർഭയമായി ഒരാശങ്കയുമില്ലാതെ
മക്കൾ ദീന് പഠിക്കുകയും ഒപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്ന മനോഹരമായ വിദ്യാഭ്യാസ സംസ്കാരമാണ് വാഫിയ ക്യാമ്പസിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു സ്ഥാപനമില്ല. വടകര താലൂക്കിൽ ഇങ്ങനെ റെസിഡൻഷ്യലായി പഠിക്കുന്ന ഒരു സ്ഥാപനവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമായി ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ സംരംഭം നമ്മുടെ നാട്ടിൽ വരേണ്ടതുണ്ട്. അതാണ് പെരുമുണ്ടശ്ശേരിയിൽ യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. പണ്ഡിതകളായ പ്രൊഫഷണലുകൾ വാഫിയ നിർവഹിച്ചു വരുന്ന വലിയ ദൗത്യമാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഉന്നത സർവകലാശാലകളിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത് വിവിധ മേഖലകളിൽ വലിയ അടയാളപ്പെടുത്തൽ നടത്തുന്ന ഈ വിദ്യാഭ്യാസ മുന്നേറ്റത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ വഫിയ ക്യാമ്പസിനെ എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാൻ പ്രിയപ്പെട്ടവർ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം. എത്രയും വേഗം ഈ പദ്ധതി വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാൻ അവസരം നിലനിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊക്കെ ഒരുമിച്ച് ശ്രമിക്കാം. നാട്ടുകാരുടെയും പ്രവാസികളുടെയും ഒക്കെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നേടിയ നൂറുകണക്കിന് വാഫികളും വഫിയകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉമ്മത്തിന്റെ അഭിമാനകരമായ അസ്തിത്വത്തിന്റെ വീണ്ടെടുപ്പിനായി കർമ്മനിരതരാണ്. പ്രാഥമിക പാഠശാലകളിൽ മുതൽ ഉന്നത കലാലയങ്ങളിൽ വരെ ഇന്നവരുടെ സാന്നിധ്യമുണ്ട്. UAEയിലും മലേഷ്യയിലുമെല്ലാം വാഫി പണ്ഡിതർ മസ്ജിദിലെ ഇമാമുകളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മതഭൗതിക രംഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് വാഫി വഫിയ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം മാത്രം 117 പേർ വിവിധ ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ ഉപരിപഠനത്തിന് അഡ്മിഷൻ നേടി. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി അടക്കം 19 രാജ്യങ്ങളിൽ പഠന സേവന രംഗങ്ങളിൽ ഇന്നവർ സജീവമാണ്. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ്, ഇംഗ്ലണ്ടിലെ ഹൂസ്റ്റൺ പോർട്സ്മൗത്ത്, മിഡ്ലസ്, ഈജിപ്തിലെ അൽ അസർ, കൈറോ തുടങ്ങി 53ഓളം അന്താരാഷ്ട്ര പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ വാഫി വഫിയകൾ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് 15 വഫിയ പണ്ഡിതകൾ ദഅ്വ കോഴ്സ് പരിശീലിക്കാനായി ഈജിപ്തിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ നാഴികക്കല്ലായിരിക്കും ഇത്. പെൺകുട്ടികൾക്ക് സുരക്ഷിത ക്യാമ്പസിൽ ദീനും ദുനിയാവും ഒരുമിച്ച് പഠിക്കാനുള്ള റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളുടെ ദൗർലഭ്യം ഈ സ്ഥാപനത്തിന്റെ വരവോടെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുകയാണ്. നാട്ടിലെ എല്ലാ നന്മകളുടെയും നട്ടെല്ലായ നിസ്വാർത്ഥരായ പ്രവാസി സഹോദരങ്ങളും ഉമറാക്കളും പിൻബലമായി കൂടെയുണ്ട്. സമഞ്ജസമായ ഈ ഒരു കൂട്ടായ്മയിലൂടെ സമുദായത്തിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അറിവും സംസ്കാരവും ആർജിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മുന്നേറാനും പ്രതിസന്ധികളെ തരണം ചെയ്ത് ഉമ്മത്തിന് മുതൽക്കൂട്ടാവാനും നമുക്ക് സാധിക്കട്ടെ. വടകര താലൂക്കിലെ നാദാപുരവും പെരുമണ്ണശ്ശേരി എന്ന ഗ്രാമപ്രദേശവും ഇവിടെ ഉയർന്നുവരുന്ന വഫിയ ക്യാമ്പസിലൂടെ കേരളത്തിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഒരിക്കൽ കൂടി ഇടം പിടിക്കുകയാണ്. സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ മാന്യജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.